ഈ ഷോറൂമിലത്തെ ഈ മാസത്തെ ഏറ്റവും വലിയ ഓഫറാണ് ഈ ഒരു വാഹനത്തിന്, അതും BMW. ഒരു മീഡിയം ബഡ്ജറ്റിൽ മെഴ്സിഡസ് ബെൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ടാറ്റ ടിയാഗോ അല്ലേ? ടിയാഗോ, അതും 2018 സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടി. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു ഓൾട്ട പോലും കിട്ടാത്ത ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് ഒരു സ്വിഫ്റ്റ് ആണ്. ഇത് 2013 മോഡല് പെട്രോൾ വണ്ടിയാണ്, പെട്രോൾ മാനുവല്. 2018 മോഡല് ഇറാ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 2013 മോഡല് ഡീസൽ വേരിയന്റ് ആണ്, VDA എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2010 ഇപ്പൊ പുതിയ പേപ്പർ എടുത്തത്, 31 ഒരു 5 വർഷത്തെ പേപ്പർ ഇപ്പൊ എടുത്തിട്ടുണ്ട്. 2016 മോഡൽ പുണ്ടോ ഇവോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. കഴിഞ്ഞ മാസം ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു, ഓഫർ കൊണ്ട് ഞെട്ടിച്ചു. ഒരുപാട് ആളുകൾ നമ്മൾ ഞെട്ടിച്ചു അല്ലേ? കാരണം എന്തൊരു കോളായിരുന്നു വന്നൂല്ലേ. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്ര ആളുകൾ വീഡിയോസ് കണ്ടിട്ടില്ല. അത്രയും സപ്പോർട്ടാണ് നിങ്ങൾ കൊടുത്തത്. ഈ മാസം കിടിലൻ സ്റ്റോക്കില്ലേ? കിടിലൻ സ്റ്റോക്ക് കൊണ്ട് നല്ല ഓഫറും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ മാസത്തെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ മാസം വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല യൂസ്ഡ് കാറുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഓണം പ്രമാണിച്ചിട്ട് പുതിയ സ്റ്റോക്ക്, പുതിയ ഓഫർ, മാക്സിമം നമ്മൾ വണ്ടികളുടെ വില കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടെന്ന് അല്ലേ. നല്ല വണ്ടികളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1, 2 ഷോറൂം ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 3, 4 ആയിട്ട് പോട്ടെ. അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ലോകം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഉണ്ടെന്ന് അറിയാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത് നമ്മുടെ എടപ്പള്ളി പുക്കാട്ടോടി റൂട്ടിൽ തേവയ്ക്കല് കാറക്സ് എന്ന യൂസ്ഡ് ഷോറൂമാണ്. മെയിൻ റോഡാണ്. വരാൻ പറ്റുന്നവർ എന്തായാലും വന്ന് നോക്കുക. ഒട്ടനവധി വാഹനങ്ങൾ സ്റ്റോക്കാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വാഹനം മുഴുവൻ കാണിച്ചു കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് 1 അല്ല 2 അല്ല ഏകദേശം ഒരു 10 വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം അല്ലെ? ടാറ്റ ടിയാഗോ അല്ലേ? ടിയാഗോ, അതും 2018 സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. XZ എന്ന് പറഞ്ഞ വേരിയന്റ് ടോപ്പ് എൻഡ് വണ്ടിയാണ്. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് എൻഡ് വണ്ടി. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. നമുക്ക് ഇതിന് ഫുൾ ലോൺ അവൈലബിൾ ആണ്. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ചോദിക്കുന്ന പ്രൈസ് 3,25,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. മാന്യമായ വിലയാണ് ചോദിക്കുന്നുള്ളൂ. ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിസാൻ മാഗ്നറ്റ്. ഓക്കേ, പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട. ഫുൾ ലോൺ ഇല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? വെറും 4,35,000 രൂപ. 4,35. മാന്യമായ വിലയും മാക്സിമം ലോണും. അതാണ് ഈ ഷോറൂമിന്റെ പ്രത്യേകത. യൂസ്ഡ് മേഖലയിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിൾ ആണ് സ്വിഫ്റ്റ് ടൈപ്പ് 2. അതും ഡീസൽ വണ്ടി. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീറ്റെയിൽസ് 2013 മോഡല് VDA എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 4 ഡോർ പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് വന്നിട്ട് 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഈ ഒരു ടൈപ്പ് 2 ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡീസൽ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. 3,25,000 രൂപ കൊടുക്കാം. 3,25. ഈ ഒരു വിലക്ക് മറ്റെവിടെ ഈ ഒരു വാഹനം കിട്ടില്ല. അത്ര ഉറപ്പിലാണ് നമ്മൾ സെയിൽ വെച്ചിട്ടുള്ളത്. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഒരു ഓൾട്ട പോലും കിട്ടാത്ത ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് ഒരു സ്വിഫ്റ്റ് ആണ്. അതും നല്ലൊരു വാഹനം അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ ആയിട്ടുള്ള എല്ലാ പേപ്പറും ക്ലിയർ. പുതിയ പേപ്പർ എടുത്ത ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2009 VXI ആണ് വേരിയന്റ് വണ്ടി. പെട്രോൾ വേരിയന്റ് മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം പുതിയ സീറ്റ് കവർ, ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 4 പുതിയ ടയറും ഉണ്ട്. ഈ ഒരു മോഡൽ എത്ര? 2009 മോഡലാണെങ്കിൽ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് ഉള്ളും പുറമൊക്കെ ഹൈ ക്വാളിറ്റി. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നിലവിലെ പേപ്പേഴ്സ് ക്ലിയർ ആണ്. റണ്ണിംഗ് കണ്ടീഷൻ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 1,60,000 രൂപ കൊടുക്കാൻ പറ്റും. 1,60,000 രൂപ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഓൾട്ടോ പോലെ ഈ ഒരു പ്രൈസിന് ഇന്നത്തെ കാലത്ത് കിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സ്വിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ മഴക്കാലം കാര്യങ്ങളൊക്കെ വരാൻ പോകണം. അപ്പൊ എന്തായാലും ബൈക്കിൽ നിന്ന് കാറിലേക്ക് ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട്. അതായത് മീഡിയം ബജറ്റിൽ നല്ലൊരു കാറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഷോറൂമാണ് നമ്മുടെ അടുത്ത് നിസാന്റെ മൈക്ര അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2013 മോഡല് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവല് XL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം ഫണ്ട്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,60,000 രൂപ. 1,60,000 രൂപ. അതായത് ബൈക്കിൽ നിന്ന് കാറിലേക്ക് നല്ലൊരു വാഹനം ചെറിയൊരു എമൗണ്ടിന് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരുപാട് വാഹനങ്ങളാണ് ഈ ഒരു മാസം സ്റ്റോക്ക്. ചെറിയൊരു എമൗണ്ടിന് ഒരു വാഹനം വേണം. ആ ഒരു എമൗണ്ട് മുഴുവൻ ലോൺ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഹ്യുണ്ടായിയുടെ ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2018 മോഡൽ ഇറാ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? വണ്ടി ഓടിയത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എറാ പ്ലസ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ഒരു 2,65,000 രൂപ.
2,60,000 രൂപ. ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. നമ്മളിപ്പോ ഒരു EMI കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാസം ഒരു 5,000, 6,000 ആ റേഞ്ചിലല്ലേ വരുള്ളൂ നിൽക്കും. ഇത് ഹ്യുണ്ടായിയുടെ i20 ഓൾഡ് ഫേസിൽ വരുന്നത്, അതും ഓട്ടോമാറ്റിക്. ഇത് വന്നിട്ട് 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഏതാ വേരിയന്റ് ഏതാ? ഇത് വന്നിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആണോ? എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്, 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണെന്ന് ഒറ്റ ഓടത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നോക്കി ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ പുറത്തുള്ള മെക്കാനിക്ക് കൊണ്ടുവന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാട്ടോ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതൊരു 3,15 കൊടുക്കാമല്ലോ. 3,15 ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ലോൺ ചെയ്യാം. ലോ ബഡ്ജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ നല്ലൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. വാഗണർ. ഈ ഒരു വണ്ടിയൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ വാഹനം ഓടിച്ച് പഠിക്കുന്നതിന്റെ ആ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കുമ്പോൾ അത്യാവശ്യം റീസെയിൽ വാല്യൂ ഒക്കെ കിട്ടില്ലേ? റീസെയിൽ വാല്യൂ കിട്ടും. നമ്മൾ ബൈബാക്കും ഉണ്ട്. ഇവിടെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അവിടുന്ന് വേറെ വണ്ടി എടുത്താൽ മതിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ തന്നെ വാഹനങ്ങൾ എടുക്കും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വന്നിട്ട് 2008 മോഡല് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി. VXI വേരിയന്റ് ആണ്. മാനുവൽ പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ. VXI എന്ന് പറയുമ്പോൾ വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. 28 വരെ പേപ്പേഴ്സ് ഉണ്ട്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇനി പേപ്പർ പുതിയതുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 1,15 കൊടുക്കാം. 1,15,000. 1,15 നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് റിറ്റ്സ് ഡീസൽ ഉണ്ടോന്ന്. കാരണം നമ്മൾ പെട്രോൾ ആണ് അധികം കാണിച്ചു തരാറുള്ളത്. പക്ഷെ ഇത്തവണ നല്ല ക്വാളിറ്റി ഡീസൽ വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡല് ഡീസൽ വേരിയന്റ് ആണ്. VDA എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. ഡീസൽ 2013 ആണ് വണ്ടി. മോഡല് ഓണർഷിപ്പ് വന്നിട്ട് 3rd ഓണർഷിപ്പ്. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വേറെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇനി ചോദിക്കുന്ന വില 2,75,000 രൂപ. 2,75 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. നല്ല അടിപൊളി കളറിൽ ഉള്ളും പുറക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് മാരുതി സുസുക്കിയുടെ വാഗണർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡല്. VXI വേരിയന്റ് ആണ്. ഓണർഷിപ്പ് വന്നിട്ട് 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കണ്ടീഷൻ ടയറാണ്. എടുക്കുന്ന കസ്റ്റമറിന് ടയർ പോലും മാറ്റേണ്ടി വരുന്നില്ല. എടുക്കുക ഉപയോഗിക്കാൻ മാത്രം ചെയ്താൽ മതിട്ടോ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 4,10,000 രൂപയാണ് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവസാന സ്റ്റേജിൽ എത്തുമ്പോൾ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ലോണും കയറും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാസം ചെറിയ EMI നമുക്ക് സ്വന്തമാക്കാനും പറ്റും. ഇത് 2010 ഇപ്പൊ പുതിയ പേപ്പർ എടുത്തത്. 31 ഒരു 5 വർഷത്തെ പേപ്പർ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇത് 2010 മോഡലാണ്. G2 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നമുക്ക് സെൻട്രൽ AC ഒഴിച്ച് ബാക്കി എല്ലാ ഫങ്ഷൻസും ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ. ഇതിലിപ്പോ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? അഡീഷണൽ ആയിട്ടൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. 31 ഒരു 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ഇതൊരു 3,10 ഓഫർ റേറ്റ് ആയിട്ട് കൊടുത്തേക്കാം. 3,10,000 രൂപ. ഒരു വാഗണർ അല്ലെങ്കിൽ ഓൾട്ടോ ഒക്കെ വാങ്ങുന്ന പ്രൈസിനാണ് നമ്മൾ ഇന്നോവ കൊടുക്കുന്നത്. 2010 മോഡല് 3,10 കിട്ടല് കുറവാണ്. 31 വരെ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വാഹനത്തിന്റെ പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ പേപ്പർ ഇല്ലാത്ത വാഹനങ്ങൾ ചിലപ്പോൾ ഈ പ്രൈസിന് ലോ ബജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ വണ്ടി ഓടിച്ചു പഠിക്കാനല്ല, വണ്ടി നമുക്ക് കൊണ്ടു നടക്കാൻ ഒരു ലോ ബജറ്റ് നല്ലൊരു വാഹനം നോക്കുകയാണെങ്കിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഓൾട്ടോ കേട്ടൻ 2011 മോഡൽ. ഇപ്പൊ നമ്മള് പേപ്പർ എടുത്ത വണ്ടി ഇപ്പൊ എടുത്തിട്ടുള്ളൂ. എടുത്തിട്ടുണ്ട്. ഇനി 5 വർഷത്തേക്ക് ഉണ്ടാവും. ഇനി നിലവിൽ 5 കൊല്ലത്തേക്ക് പേപ്പർ കിട്ടും. അതെ. ഇത് വന്നിട്ട് 2011 LXI വേരിയന്റ് ആണ്. അത്യാവശ്യം വണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം മെനയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ അതും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പെട്രോൾ അടിക്കാൻ യൂസ് ചെയ്യാം. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 1,60,000 രൂപ കൊടുക്കാൻ പറ്റും. ഷോറൂമിന്റെ പ്രത്യേകത എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന മോഡൽസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വെന്റ് ഉണ്ടായിരുന്നു, ഡീസൽ വണ്ടി സെയിലായി പോയി. അപ്പൊ നമുക്ക് അടുത്തത് ഒരു സിൽവറിൽ വെന്റ് വന്നിട്ടുണ്ട്. പെട്രോൾ ആണ്. 2013 മോഡലാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്.
56,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. വേറെ മേജർ ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ മാനുവൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് 2,35,000 രൂപ കൊടുക്കാൻ പറ്റും. ഒരു ഓൾട്ടോ കാറിന്റെ പ്രൈസിന് എത്തിയോസ് നമുക്ക് ഇവിടെ സെയിലിന് വന്നിട്ടുണ്ട്. രഞ്ജുവിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് വന്നിട്ട് 2011 മോഡലാണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത്. ജി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ വണ്ടി, പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഇപ്പൊ പുതിയത് നമ്മൾ എടുത്തു കൊടുക്കും. പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. കസ്റ്റമറിന് സെയിലിന് സമയത്ത് നമ്മൾ പേപ്പർ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുള്ളൂ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വന്നിട്ട് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. സീറോ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഇന്നോവ ക്രിസ്റ്റ നല്ലൊരു വാഹനം കിട്ടാൻ വേണ്ടി ഡൽഹിയിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഡൽഹിക്ക് പോകണ്ട, ഡൽഹിത്തെ വണ്ടി നമുക്ക് ഇവിടെ കിട്ടൂല. പേപ്പേഴ്സ് ക്ലിയർ, എല്ലാ ഭാഗം ചെക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടി എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ പോയിട്ട് എടുക്കണല്ലേ? നോക്കിയെടുക്കണം. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 17 മോഡല് ഇസഡ് ഓട്ടോമാറ്റിക് വണ്ടിയാ. ഓട്ടോമാറ്റിക് ക്രിസ്റ്റ സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കണ 90,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടി. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. പ്രൈസ് എത്രയാണ്? നമുക്ക് ഇത് 13,60 നമ്മൾ ചോദിക്കുന്ന വില നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്ത്. നമ്മുടെ അടുത്ത് ഇപ്പൊ ആകെ ഒരെണ്ണം സ്റ്റോക്കുള്ളൂ. പിന്നെ ഒന്നാം സ്റ്റോക്കുള്ളൂ അല്ലേ? ഒരെണ്ണം സ്റ്റോക്കുള്ളൂ. അപ്പൊ എന്തായാലും വേഗം ആവശ്യക്കാർ എത്ര പെട്ടെന്ന് വിളിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടോ. ഈ ഷോറൂമിലത്തെ ഈ മാസത്തെ ഏറ്റവും വലിയ ഓഫറാണ് ഈ ഒരു വാഹനത്തിന്. അതും BMW 2013 മോഡൽ. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റില്ല ഈ റേറ്റിന്. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അതെ 2013 സ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് തൊട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടി. 2013 ന്യൂ ഷേപ്പ് വണ്ടിയാണ് ഇത്. 2013 തൊട്ട് ഇറങ്ങണയിലെ ഷേപ്പ് വ്യത്യാസം വന്നേക്കണ വണ്ടിയാണ്. ടർബോ എന്ന വണ്ടിയാണ്. അതല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. നിലവിൽ HR രജിസ്ട്രേഷൻ ആണ്. NOC നമ്മൾ എടുത്ത് കൊടുക്കും. അതിന്റെ പിന്നാലെ കസ്റ്റമർ നടക്കേണ്ട ആവശ്യമില്ല. പേപ്പർ ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി കസ്റ്റമർ കയ്യിൽ കൊടുക്കുള്ളൂ. അതിന് അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 5,90,000 രൂപ. 5,90,000 രൂപ. BMW നമ്മൾ ചോദിക്കുന്നത്. അത് ടോപ്പ് എൻഡ് വേരിയന്റിന്. നമുക്ക് അപ്പൊ പേപ്പേഴ്സ് ഇവര് സെറ്റ് ചെയ്ത് തരും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫിയറ്റിന്റെ പുണ്ടോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡൽ പുണ്ടോ ഇവോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമുക്ക് ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വന്നേക്കണം. വണ്ടിയുടെ കിലോമീറ്റർ വന്നിട്ട് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ഒരു സ്പോർട്ട് ലുക്കുള്ള നല്ല കിടിലൻ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും നല്ല പവറും ഉള്ള പാർട്സും അവൈലബിൾ ആണ്. ഇത് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2,50,000 രൂപ. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് വാഹനം തന്നെ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ മാസം ഒരു 5,000 രൂപ അടക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ക്വാളിറ്റി 800 ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2,70,000 രൂപ. 2,70,000 ചോദിക്കുന്നത്. ഒരു 30,000 40,000 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാറുന്ന A-Star സ്റ്റോക്ക് ഉണ്ട്. 2013 മോഡൽ VXI വേരിയന്റ് ആണ്. 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 2,30,000 രൂപ. 2,30,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാസം ചെറിയ EMI നമുക്ക് വരുള്ളൂ. ഒരു മീഡിയം ബഡ്ജറ്റിൽ മെഴ്സിഡസ് ബെൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് ഇത് 2013 മോഡല് C ക്ലാസ് വേരിയന്റ് ആണ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ബെൻസ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. HR ആണ് വണ്ടി. NOC ഓൾറെഡി ആലുവയിൽ എറണാകുളത്ത് എടുത്തിട്ടുണ്ട്. 07 ആക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഏത് ഭാഗത്ത് വരുന്ന അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാനും പറ്റും. അപ്പൊ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4,50,000 രൂപ കൊടുക്കാൻ പറ്റും. അത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് വന്നിട്ട് 2009 മോഡല് പെട്രോൾ VXI വേരിയന്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി നിലവിൽ നിൽക്കുന്നത്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ പുതിയ പേപ്പർ ഉണ്ട്. കസ്റ്റമറിന് പേപ്പർ ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. കണ്ടീഷൻ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 1,90,000 രൂപയാണ് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് ഫോർഡിന്റെ ഫ്രീ സ്റ്റൈലിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വന്നിട്ട് 2018 മോഡല് ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ടൈറ്റാനിയം വണ്ടിയാണ്. അതെ ടോപ്പിന്റെ വണ്ടി. ടോപ്പിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം എല്ലാ കാര്യങ്ങളും
വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ്. ഡീസൽ വാഹനം 1 ലക്ഷത്തിന് താഴെ ഓടിയ വാഹനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ആ എടുക്കുന്ന കസ്റ്റമറിന് ലെക്കാണ്. അത് നല്ല ഒരു കറുപ്പ് പേപ്പേഴ്സ് ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 4,50,000 ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. സെലേറിയോ ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. VXI ഓട്ടോമാറ്റിക് വണ്ടിയാ. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വന്നിട്ട് 80 സംതിങ് ഓടിയിട്ടുണ്ട്. എല്ലാം ക്ലിയർ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഉള്ളും പുറമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആരും വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. തീർച്ചയായിട്ടും. വർക്ക്ഷോപ്പിൽ ആൾക്കാരെ കൊണ്ടുവരാം, ചെക്ക് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും നമ്മൾ വിശ്വസിച്ചിട്ടാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,90,000 രൂപ കൊടുക്കാൻ പറ്റും. 3,90,000 നമുക്ക് ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ നമ്മുടെ എടപ്പള്ളി പുക്കാട്ടൂടി റൂട്ടിൽ തേവയ്ക്കൽ കാറക്സ് യൂസ്ഡ് ഷോറൂം.